ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ജെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരികുകൾ നല്ല ലേസ് പോലുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായ പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് പച്ചരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഏകദേശം 5 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനായിട്ടുള്ളൊരു കുറുക്ക് തയ്യാറാക്കണം. അതിനൊരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കട്ടകളെല്ലാം ഉടച്ച ശേഷം ഫ്ലെയിം കത്തിച്ച് നമുക്ക് ഇതുപോലെ കുറുക്കിയെടുക്കണം. കപ്പി കാച്ചുക എന്നൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ ഇതിന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കുറുക്കിയെടുത്ത ശേഷം നമുക്കത് തണുക്കാനായിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇനി കുതിർത്ത പച്ചരിയിലെ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി അരി അരച്ചെടുക്കുന്നത് ഞാൻ തേങ്ങാപ്പാലിലാണ്. 1/2 കപ്പ് തേങ്ങയിൽ നിന്ന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാലിലാണ് ഞാൻ പച്ചരി ആദ്യം അരച്ചു കൊടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള ആ അരിമാവ് തണുത്ത ശേഷം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ നല്ല പുതിയതായിട്ടുള്ള ഈസ്റ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നമ്മളത് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്കിപ്പോൾ ഇവിടെ മാവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പാലും കൂടെ ബാക്കിയുള്ളത് അതുകൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുത്ത് കുറച്ചുകൂടെ ലൂസായ മാവായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി നോക്കിയപ്പോൾ കുറച്ചുകൂടെ കട്ടി കൂടുതലാണെന്ന് തോന്നിയപ്പോൾ ആ മിക്സിയുടെ ജാറ് കഴുകിയ ആ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി പാലപ്പത്തിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് രാത്രി മുഴുവനും ഒഴിച്ചു വെക്കണം, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. രാവിലെ എണീറ്റപ്പോൾ എൻ്റെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങി പാത്രത്തിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഞാൻ ഏകദേശം 1/2 മണിക്കൂർ നേരം മൂടി വെച്ചിട്ടുണ്ട്. ഈ 1/2 മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ പാലപ്പം തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ഒഴിച്ച് വട്ടത്തിൽ ചുറ്റിച്ചെടുക്കുമ്പോൾ വളരെ ലേസ് പോലുള്ള അരികുകൾ കിട്ടുന്നുണ്ട്. ഞാൻ പൂ പോലെയൊന്നും ഉണ്ടാക്കിയതല്ല, പക്ഷേ ഒഴിച്ച് വന്നപ്പോൾ ഇതുപോലെ ഷേപ്പിലാണ് എനിക്ക് കിട്ടിയത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ ഏകദേശം 9 പാലപ്പമാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.